മൊജ്തബ ഖമനേയിയെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തതിനെ പിന്തുണച്ച് ഉത്തര കൊറിയ രംഗത്ത് വന്നു. ഇറാനിൽ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ആക്രമണത്തെ ഉത്തര കൊറിയ അപലപിച്ചതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അറിയിക്കുകയും ചെയ്തു. വധിക്കപ്പെട്ട അയത്തുള്ള അലി ഖമനേയിയുടെ മകൻ മൊജ്തബ ഖമനേയിയെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്ത ഇറാന്റെ തീരുമാനത്തെയും നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ആ ജനതയുടെ അവകാശത്തെയും ബഹുമാനിക്കുന്നു എന്ന് ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ഇറാനുമേൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്നത് നിയമവിരുദ്ധമായ ആക്രമണമാണെന്നും അതിൽ കടുത്ത ആശങ്കയും അതൃപ്തിയും അറിയിക്കുകയാണെന്നും ഉത്തര കൊറിയ അഭിപ്രായപ്പെട്ടു. ഇറാനെതിരെ ഇപ്പോൾ നടക്കുന്നത് തീർത്തും നിയമവിരുദ്ധമായ സൈനിക നീക്കമാണ്. ആ പ്രദേശത്തെ സമാധാനത്തിന്റെയും സുരക്ഷയുടെയും അടിത്തറ ഇളക്കുന്നതും ആഗോളതലത്തിൽ അസ്ഥിരതയ്ക്ക് ഇടയാക്കുന്നതും ലോക സമാധാനം ഇല്ലാതാക്കുന്നതുമാണ് ഈ ആക്രമണം. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയെയും പ്രാദേശിക ഐക്യത്തെയും ഇല്ലാതാക്കുന്നൊരു നീക്കമാണ്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. ലോകം ഒന്നാകെ ഇതിനെ അപലപിക്കുകയും എതിർക്കുകയും വേണമെന്നും ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറയുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം പുതിയ പടക്കപ്പലിൽ നിന്നും ഉത്തര കൊറിയ ക്രൂയിസ് മിസൈലുകൾ പരീക്ഷിച്ചിരുന്നു. ഇറാനെതിരായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തര കൊറിയ പുതിയ പരീക്ഷണം നടത്തിയതിൽ പാശ്ചാത്യ ലോകത്ത് ആശങ്കയും ഉയർന്നിരുന്നു. അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്ത സൈനികാഭ്യാസം ആരംഭിച്ചതിന് പിന്നാലെയാണ് ശക്തമായ ഒരു മുന്നറിയിപ്പുമായി ഉഗ്രശേഷിയുള്ള ഈ ക്രൂസ് മിസൈലുകൾ ഉത്തര കൊറിയ പരീക്ഷിച്ചത്. അത്യാധുനിക യുദ്ധക്കപ്പലായ ചോയ് ഹ്യോണിൽ നിന്നാണ് തന്ത്രപ്രധാനമായ ഈ മിസൈലുകൾ വിക്ഷേപിച്ചത്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും മകൾ കിം ജു എയും മിസൈൽ പരീക്ഷണം വീക്ഷിക്കുന്ന ചിത്രങ്ങൾ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയാണ് പുറത്തുവിട്ടത്. ചൊവ്വാഴ്ച നടന്ന മിസൈൽ പരീക്ഷണം വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കിം ജോങ് ഉൻ നിരീക്ഷിച്ചത്. LOCയിൽ സജ്ജീകരിച്ചിരുന്ന ലക്ഷ്യസ്ഥാനങ്ങളിൽ ഈ മിസൈലുകൾ കൃത്യമായി തന്നെ പതിച്ചതായി KCNA അറിയിച്ചു. ഏകദേശം 10,000-ലേറെ സെക്കൻഡുകൾ ആകാശത്ത് സഞ്ചരിച്ച ശേഷമാണ് ഈ മിസൈലുകൾ ലക്ഷ്യം കണ്ടത്. മിസൈൽ പരീക്ഷണ സമയത്ത് കിമ്മിനൊപ്പം അദ്ദേഹത്തിന്റെ കൗമാരക്കാരിയായ മകൾ കിം ജു എയും ഉണ്ടായിരുന്നു. അത് ലോകരാജ്യങ്ങൾക്കിടയിലും വലിയ ചർച്ചയായി മാറി. കഴിഞ്ഞ മാസം ദക്ഷിണ കൊറിയൻ ചാരസംഘടന നൽകിയ റിപ്പോർട്ട് പ്രകാരം കിം ജോങ് ഉന്നിന്റെ രാഷ്ട്രീയ പിൻഗാമിയായി കിം ജു എയെ ഉയർത്തിക്കാട്ടാനുള്ള നീക്കങ്ങൾ സജീവമാണ്. സൈനിക പരേഡുകളിലും മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിലും അടുത്തിടെയായി കിം ജു എയുടെ സാന്നിധ്യം പതിവാണ്. തിങ്കളാഴ്ച ആരംഭിച്ച 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഫ്രീഡം ഷീൽഡ് എന്ന സൈനികാഭ്യാസമാണ് ഉത്തര കൊറിയയെ പ്രകോപിതരാക്കിയത്. ഇത് തങ്ങളെ ആക്രമിക്കാനുള്ള മുൻകൂർ പരിശീലനമാണെന്നാണ് ഉത്തര കൊറിയയുടെ വാദം. അമേരിക്കയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും ഉത്തര കൊറിയയോടുള്ള കടുത്ത വിദ്വേഷമാണ് ഈ അഭ്യാസങ്ങളിലൂടെ പുറത്തു വരുന്നതെന്ന് കിമ്മിന്റെ സഹോദരിയായ കിം യോ ജോങ് പറഞ്ഞു. ശത്രുക്കൾക്ക് തക്കതായ മറുപടി ഉടനെ നൽകുമെന്നും അവർ ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കൊറിയൻ അതിർത്തികളിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആയുധ പരീക്ഷണങ്ങളുമായി ഉത്തര കൊറിയ രംഗത്ത് വരുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത്.